ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. BLO ജീവനൊടുക്കിയ സംഭവം അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ല. ആത്മഹത്യാ സമ്മർദ്ദം കാരണമെന്ന ആരോപണം തള്ളി കലക്ടർ. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് SIR ജോലി സമ്മർദ്ദം കാരണമെന്ന ആരോപണം തള്ളി ജില്ലാ കളക്ടർ. അനീഷിന് ആരും സമ്മർദ്ദമുണ്ടാക്കിയിട്ടില്ലെന്നാണ് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വിശദീകരണം. അനീഷിന്റെ 22% ജോലി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നതെന്നും ജില്ലാ കളക്ടർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആത്മഹത്യയ്ക്ക് കാരണമാകുന്ന ഒരാശയവിനിമയവും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ജില്ലാ കളക്ടർ പറയുന്നു. ആരെങ്കിലും വ്യക്തിപരമായി സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇതുവരെ വിവരമില്ല. അനീഷിന് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. അനീഷിനെ സഹായിക്കുവാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒപ്പം പോയിരുന്നു. അനീഷിന് ഒരു പ്രശ്നമുണ്ടായതായും VFA റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജില്ലാ കളക്ടർ വിശദീകരിച്ചു. ഡൽഹി സ്ഫോടനം, ഉമർ നബിയുടെ സഹായി ആമിർ റഷീദ് അലി പിടിയിൽ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക അറസ്റ്റുമായി NIA. സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ സഹായി പിടിയിൽ. ജമ്മു കാശ്മീർ സ്വദേശി ആമിർ റഷീദാണ് പിടിയിലായത്. ഡൽഹിയിൽ നിന്നാണ് ഇയാളെ NIA പിടികൂടിയത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ രജിസ്റ്റർ ചെയ്തത് ആമിർ അലിയുടെ പേരിലായിരുന്നു. NIA നടത്തിയ തീവ്ര തിരച്ചിലിന് ശേഷമാണ് ഡൽഹിയിൽ നിന്നും ആമിർ റാഷിദ് അലിയെ പിടികൂടിയത്. വാഹനം വാങ്ങുവാൻ ഉമറിനെ സഹായിക്കുന്നതിനായി ആമിർ ഡൽഹിയിലെത്തിയിരുന്നു. ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പുൽവാമ സ്വദേശിയുമായ ഡോക്ടർ ഉമർ ഉൻ നബിയാണ് IED നിറച്ച കാറിന്റെ ഡ്രൈവറെന്ന് NIA ഫോറൻസിക് സ്ഥിരീകരിച്ചിരുന്നു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ NIA പരിശോധന തുടരുകയാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഭീകരബന്ധം സംശയിക്കുന്നവർക്കായി തിരച്ചിൽ നടക്കുന്നത്. വൈറ്റ് കോളർ ഭീകര സംഘവുമായി കൂടുതൽ ഡോക്ടേഴ്സിന് ബന്ധമുണ്ടെന്നാണ് സംശയം. സ്ഫോടനത്തിനായി 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഉപയോഗിച്ചതായും കണ്ടെത്തി. അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത്, സാക്ഷിയായിരുന്ന ഷമീറും പ്രതി NIAക്ക് തെളിവ് ലഭിച്ചു. ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ സാക്ഷി പ്രതിയായി. നേരത്തെ സാക്ഷിയായിരുന്ന പാലക്കാട് സ്വദേശി ഷമീർ കുറ്റകൃത്യത്തിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ NIAക്ക് ലഭിച്ചു. മുഖ്യപ്രതി മധു ജയകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് ഇടപാടുകളുടെ രേഖകളുമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഓരോ ഡോണറെയും റിക്രൂട്ട് ചെയ്യുമ്പോൾ കമ്മീഷനായി 1.5 ലക്ഷം രൂപ വീതം ഇയാൾക്ക് ലഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക പരിശോധന NIA നടത്തിയിരുന്നു. 100-ലധികം ആളുകളെ അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് കടത്തിയെന്നാണ് കരുതുന്നത്. ജമ്മുകാശ്മീരിൽ നിന്നടക്കം ആളുകളെ ഇറാനിലേക്ക് സംഘം കടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മനുഷ്യക്കടത്തിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ സഹായിച്ചെന്ന് NIAക്ക് വിവരം ലഭിച്ചിരുന്നു. കേരള കലാമണ്ഡലത്തിലെ ലൈംഗികാതിക്രമം, അധ്യാപകനെതിരെ 3 കേസുകൾ കൂടി. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിൽ കലാമണ്ഡലം അധ്യാപകൻ കനകകുമാറിനെതിരെ 3 കേസുകൾ കൂടി. തൃശൂർ ചെറുതുരുത്തി പോലീസിന്റേതാണ് നടപടി. കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. നേരത്തെ പോക്സോ വകുപ്പുകൾ അടക്കം ചുമത്തി 2 കേസുകൾ എടുത്തിരുന്നു. അതേസമയം ഒളിവിൽ കഴിയുന്ന കനകകുമാറിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെയാണ് ദേശമംഗലം സ്വദേശിയായ അധ്യാപകൻ കനകകുമാർ ഒളിവിൽ പോയത്. അതിനു തൊട്ടു മുൻപ് ഫോണിൽ ബന്ധപ്പെട്ടവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ടവർ ലൊക്കേഷനുകളും ഫോൺ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ഹമാസിനെ നിരായുധീകരിക്കും, പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ല നെതന്യാഹു. ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിനെ നിരായുധീകരിക്കുമെന്നും അതിനായി കഠിന വഴികൾ സ്വീകരിക്കേണ്ടി വന്നാൽ അത് പ്രയോഗിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ നിരായുധീകരണം നടക്കുക തന്നെ ചെയ്യുമെന്നും പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച ഗസ സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഹമാസിന്റെ പൂർണ്ണ നിരായുധീകരണം ഉണ്ടാകുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. ഗസയിൽ പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി ഹമാസ് ആയുധങ്ങളുമായി കീഴടങ്ങണം എന്നാണ് ഇസ്രായേലിന്റെ ഉറച്ച നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ 20 ഇന സമാധാന പദ്ധതി പ്രകാരം ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ കൈമാറ്റവും ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവലിക്കുകയും ചെയ്തിരുന്നു. ജീവിച്ചിരുന്ന 20 ഇസ്രായേലി ബന്ദികളെയും 28 മൃതദേഹങ്ങളും ഹമാസ് കൈമാറിയിരുന്നു.
ഇസ്രായേൽ 2000 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും 330 മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഹമാസിനെ നിരായുധീകരിക്കണം എന്നതാണ് ഇസ്രായേലിന്റെ ഉറച്ച നിലപാട്. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ ഹമാസ് തയ്യാറായിട്ടില്ല. ഗസയുടെ ഭരണം തങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നാണ് ഹമാസിന്റെ നിലപാട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ദർശന സുഹൃതം തേടിയെത്തിയത് ആയിരങ്ങൾ. ശബരിമല നട തുറന്നു. മകരവിളക്ക് ജനുവരി 14. ദർശന സമയക്രമം അറിയാം. മണ്ഡല പൂജയ്ക്കായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര നട തുറന്നു. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് വിളക്ക് തെളിയിച്ചു. ശേഷം ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്നു. മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്ത് നട തുറന്നു. വൃശ്ചിക മാസം 1 നവംബർ 17 രാവിലെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 11 മണിക്കുമുള്ള ഹരിവരാസനം വരെയും നട തുറന്നിരിക്കും. നവംബർ 17 മുതൽ ഡിസംബർ 27 വരെയാണ് മണ്ഡല ഉത്സവകാലം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഡിസംബർ 30 തുറക്കും. 2025 ജനുവരി 14 മകരവിളക്ക്. ജാതി വിവേചനം നേരിട്ടു. മലപ്പുറം ബിജെപിയിൽ പൊട്ടിത്തെറി. എടരിക്കോട് മണ്ഡലം പ്രഭാരി രാജിവച്ചു. മലപ്പുറം ബിജെപിയിൽ പൊട്ടിത്തെറി. മലപ്പുറം വെസ്റ്റ് ജില്ലാ മീഡിയ സെൽ കൺവീനറും എടരിക്കോട് മണ്ഡലം പ്രഭാരിയുമായ മണമൽ ഉദേശ് രാജിവച്ചു. പാർട്ടിയിൽ നിന്നും ജാതി വിവേചനം നേരിട്ടെന്ന് ഉദേശ് പറഞ്ഞു. ഉദേശിനെ പിന്തുണയ്ക്കുന്നവരും രാജ്യഭീഷണി മുഴക്കി. കാലങ്ങളായി ചിലർ സീറ്റുകൾ കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുയർന്നു. തിരൂർ നഗരസഭയിൽ ബിജെപി സ്ഥാനാർത്ഥിയായി ഉദേശിനെ പരിഗണിച്ചിരുന്നു. കാലങ്ങളായി ചിലർ സീറ്റുകൾ കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.